നിയമിതനാകുന്നത്. 2017 36 വർഷക്കാലം അധ്യാപകനായി വിവിധ സ്കൂളുകളിൽ, ആലപ്പുഴ രൂപതയുടെ വിവിധ സ്കൂളുകളിൽ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്താണ്. ഇപ്പോൾ 9 വർഷങ്ങൾ കഴിഞ്ഞാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ശമ്പളം, ഞാൻ ആദ്യം വാങ്ങിയ ശമ്പളം 499 രൂപയാണ്. 1980 ഞാൻ ആദ്യം ഒരു മാസം വാങ്ങിച്ച ശമ്പളം. ഞാൻ സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാങ്ങിയ ശമ്പളം 65,000 സംതിങ് രൂപയാണ് വാങ്ങിച്ചത്. നിങ്ങൾ ആ വേരിയേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് 2021 ഡിസംബർ മാസം 21-ാം തീയതി ജനാർദ്ദൻ ബാബു ഈ പേൾ വൈൻ ഇന്റർനാഷണൽ ടൈപ്പ് ഈ ബിസിനസ്സിലേക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്ന വ്യക്തി ശ്രീസൻ, നമ്മളെ ചർച്ചലക്കാരനായ ശ്രീസനുണ്ട്. സാർ ഒന്ന് എഴുന്നേക്കണം പ്ലീസ്. അദ്ദേഹം എൻ്റെ വീട്ടിൽ ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ ദൈവതുല്യനായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ വീട്ടിലൊരു 4 മാസക്കാലം നിരന്തരം വന്നതിന് ശേഷമാണ് ഞാനൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തത്. കാര്യം ഞാനൊരു പ്രോജക്റ്റുമായി നീങ്ങിയാൽ അത് കുഴിച്ചിറങ്ങി അതിൻ്റെ സത്തെടുക്കാതെ ജനാർദ്ദൻ ബാബു കരക്ക് കയറിയില്ല. ഒരെണ്ണം ചെയ്യുമ്പോൾ വേറെ ഒരു കാര്യം ജനാർദ്ദൻ ബാബു ചെയ്യില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വന്നപ്പോൾ ഞാൻ പറയും, എൻ്റെ മകനെ ചേർക്കാം, അങ്ങനെ ചേർക്കാം, അങ്ങനെ ചേർക്കാം പോലെ തീറ്റി 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി. അങ്ങനെ പഠിച്ചു. 1 മാസം പഠിച്ച ശേഷം ഞാൻ ഇതിനകത്ത് മെമ്പറായി. അദ്ദേഹത്തിന് അറിയാം, ഞാൻ എൻ്റെ കൂട്ടത്തിൽ നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് വേറൊരു സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അസോസിയേറ്റ് ആയിട്ട് വന്ന ആളാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. 3 മാസക്കാലം കൊണ്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞു, നമ്മുടെ ആദ്യത്തെ ഇതിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിജിറ്റൽ കറൻസിയാണ്. അതിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിൽ 13 വാലറ്റുകൾ ഉണ്ടായിരുന്നു. എയും ബി എന്ന് പറഞ്ഞ 2 പ്ലാനുകളിലായി 13 വാലറ്റുള്ളതിൽ 10 വാലറ്റുകളും ജനാർദ്ദൻ ബാബു 3 മാസം കൊണ്ട് കരസ്ഥമാക്കി. ഒപ്പം 100-ലധികം വരുന്ന ഒരു ഗ്രൂപ്പിന്റെ ലീഡറായി മാറാൻ എനിക്ക് സാധിച്ചു. അവര് അന്ന് പ്രോപ്പറായി അവരിത് വന്നവർ ചെയ്തിരുന്നെങ്കിൽ അന്ന് തന്നെ ജനാർദ്ദൻ ബാബു കോടീശ്വരനാകുവാൻ. പക്ഷെ അടുത്ത പ്രോഗ്രാമിലേക്ക് മാറിയപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ 3 വർഷങ്ങൾ തികയാൻ ഈ ഡിസംബർ മാസം 21 3 വർഷങ്ങൾ തികഞ്ഞാൽ മതി. ഈ കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ഈ വർഷം ഫെബ്രുവരി 8-ാം തീയതി എന്ന് പറഞ്ഞാൽ എൻ്റെ 37ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ലക്ഷറി വാഹനം വാങ്ങുക. അപ്പം ഞാൻ വാഹനം വാങ്ങിച്ചില്ലെന്ന് ചോദിച്ചാൽ 3 കാറുകൾ അതിന് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ടാറ്റ ഇന്ത്യക്ക് ഇറങ്ങിയപ്പോൾ 2 വാങ്ങിച്ചു. 1 വാങ്ങിച്ചു, 1 മാസം കഴിഞ്ഞപ്പോൾ അടുത്തത് വാങ്ങിച്ചു. 2 പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിനുശേഷം ഞാൻ എൻ്റെ സർവീസ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു സ്വിഫ്റ്റ് വണ്ടി വാങ്ങിച്ചു. അത് ഈ കഴിഞ്ഞ 8 വർഷക്കാലം ഉപയോഗിച്ചിട്ട് ഈ കഴിഞ്ഞ ഡിസംബറിൽ അത് കൊടുത്തു, സെല്ല് ചെയ്തു. അപ്പം വർഷങ്ങളായിട്ട് ഞാൻ സ്വപ്നം കൊണ്ടിരുന്നതാണ് ഒരു ലക്ഷറി വാഹനം. അപ്പം ടാറ്റയുടെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള വാഹനം എനിക്ക് എൻ്റെ 37ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങാൻ പറ്റും. ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ഒരാളായിട്ട് എനിക്ക് മാറാൻ പറ്റി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് സാധ്യമാണ്. ഇതിനകത്ത് ഏതൊരു വ്യക്തിക്കും സാധ്യമാണ്. എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ആദ്യം പഠിക്കുക. നിങ്ങളെ പഠിപ്പിച്ചു തരാൻ ഇവിടെ ഒരു പറ്റൻ ലീഡർമാർ ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളിവിടെ സാറ് പറഞ്ഞു കഴിഞ്ഞു, ഡെഡിക്കേറ്റഡ് ആയി 24 മണിക്കൂറും ഞങ്ങളുടെ ഫോൺ ഓൺ ആയിരിക്കും. 12 മണി 1 മണി രാത്രി നിങ്ങൾ വിളിച്ചു നോക്കൂ, ജനാർദ്ദൻ ബാബുവിന്റെ ഫോൺ എടുക്കും, അവർക്ക് സർവീസ് കൊടുക്കും. എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് ഞാൻ കോടീശ്വരന്മാരാക്കി വെച്ചിരിക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ ടീച്ചർ ഇരിപ്പുണ്ട്, 60,000-ന് മുകളിൽ PVC മറ്റാ അത് അവരുടെ അക്കൗണ്ടിലുണ്ട്. ഇപ്പം മേലോട്ട് പോയിക്കൊണ്ടിരിക്കും, ഓരോ ദിവസം വാങ്ങിക്കൊണ്ടിരിക്കുക, മാറ്റിക്കൊണ്ടിരിക്കുക. എൻ്റെ കണക്ക് കാൽക്കുലേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. 60,000 ഗുണം 1000 എത്രയാണ്? 6 കോടിയാണ്. ആ ടീച്ചർ സർവീസിലിരിക്കുന്ന ആളാണ് കേട്ടോ. ആ സ്ഥാപനത്തിലെ മൊത്തം ആൾക്കാർ ശമ്പളം മേടിക്കും. +2 ഉള്ള സ്കൂളിൽ നിൽക്കുക, മൊത്തം ആൾക്കാർ ശമ്പളം മേടിക്കുന്നതിനൊക്കെ അധികമായിരിക്കും 20,000 രൂപയാകുമ്പോൾ ടീച്ചറിന്റെ 1 മാസം വരുമാനം. അവിടെയുള്ള എല്ലാ അധ്യാപകരും ഞെട്ടും, ഒരു സംശയം ഇരിക്കില്ല. അത്ര വലിയൊരു പ്രോഗ്രാമാണ്. കാര്യം അത് ഈ എയർലിവയുടെ ഓഫറിൽ ചെയ്ത് ഞാനത് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ റെഫറൽ ഇൻകം എടുക്കാൻ നോക്കിയപ്പോൾ 78 ലക്ഷം രൂപയാണ്
ആ ടീച്ചറിന്റെ ഒരു മാസത്തെ വരുമാനം. അത് 1000 രൂപയായപ്പോ 2000 രൂപയാണെങ്കിൽ എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോ നിങ്ങൾ പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്നില്ല, പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് ശരിയായി പഠിക്കാതെ പറഞ്ഞിട്ടാണ്. നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട വളരെ സിമ്പിൾ കാര്യം മാത്രമേ ഉള്ളൂ. നിലവിലുള്ള ബാങ്കിങ് സിസ്റ്റത്തിനകത്തുള്ള പോരായ്മ എന്താണ്? നമ്മുടെ അക്കൗണ്ട് ആർക്ക് വേണമെങ്കിലും ഹാക്ക് ചെയ്യാം. അവിടെ ഇരിക്കുന്ന മാനേജർക്കും കാണാം, മുകളിൽ ഇരിക്കുന്ന മാനേജർക്കും കാണാം. അപ്പൊ പഴകി അതിന്റെ കാലഹരണപ്പെട്ട ഒരു സാധനത്തിന്റെ പുറകിലാണ് നമ്മൾ നിൽക്കണം. കുറെ ആൾക്കാരുടെ പൈസ ഒഴുകിപ്പോയി. നമ്മുടെ പൈസ അവിടെ കൊണ്ടിട്ട് ഒഴുകിപ്പോകാൻ കൊടുക്കണമെന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ ഏറ്റവും അത്യന്താധുനിക സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫോണിൽ ബാങ്ക് ലോക്കർ, നമ്മൾ ബാങ്കറാവുന്നു. അല്ലെങ്കിൽ നോക്ക്, ഇന്ന് വരെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു കാര്യത്തിലേക്കാണ് പേൾ വൈൻ ഇന്റർനാഷണൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ 1 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ ലോകത്തെ ഒരിടത്തും ഹാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോ ഈ സിസ്റ്റം വന്നിട്ട് 10ാമത്തെ വർഷമാണ്. ഇന്നേ വരെ 1 DP 1 രൂപ ഇതിനകത്ത് നിന്ന് ഹാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇത്രയും സുരക്ഷിതമായ നമ്മുടെ കയ്യിലിരിക്കുന്ന, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വാലറ്റിനകത്താണ് നമ്മുടെ പൈസ ഇരിക്കുന്നത്. അല്ലാതെ ഇത് ആർക്കും കൂടെ കൊടുത്തിട്ട് അവർ ട്രേഡ് ചെയ്ത് കാശ് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ ആലപ്പുഴയിലെ 2 ഡോക്ടർമാർ കൂടെ 7.5 കോടി രൂപയെ കളഞ്ഞു. സാറ് പറഞ്ഞതുപോലെ എന്ത് ചെയ്തു? ട്രേഡ് ചെയ്ത് കാശ് തരാമെന്ന് പറഞ്ഞു. ആദ്യം 50 ലക്ഷം ഇട്ട്, പിന്നെ ഇട്ടിട്ട് 7.5 കോടിയായപ്പോൾ അവൻ മുങ്ങി. ഇപ്പൊ അവനെ പിടിച്ചിട്ടുണ്ട്. വടക്കേൻ്റെ 2 ചെറിയ പിള്ളേരെ. നമ്മൾ വേലയെടുത്തുണ്ടാക്കിയ കാശ്, നമ്മൾ കഷ്ടപ്പെടുത്തുണ്ടാക്കിയ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മുമ്പ് ഇത് എന്താണ് ആ പ്രോഗ്രാം, അല്ലെ ഏതാണ് ആ പ്രസ്ഥാനം എന്ന് തിരക്കാതെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ചോദിച്ചു. ആരെങ്കിലും ചോദിച്ചിട്ട് കാര്യമില്ല. ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ ഭാര്യ ബാങ്കിൽ ചെന്ന് ചോദിച്ചു ക്രിപ്റ്റോ കറൻസി. അപ്പൊ ക്രിപ്റ്റോ കറൻസി സാറേ അത് വിശ്വസിക്കാൻ കൊടുക്കണം. ആ ഡോക്ടർ, ആ ബാങ്ക് മാനേജർ പറഞ്ഞത് ടീച്ചറും ആ തട്ടിപ്പിനകത്ത് വീണു എന്ന് ചോദിച്ചു. ആ ടീച്ചർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് പണം വാങ്ങുന്നുണ്ട്. അപ്പോ ബാങ്കിലിരിക്കുന്നവർ പോലും അറിയുന്നില്ല എന്താണ്. അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബാങ്ക് മാനേജർക്ക് വേറെ ഒന്നിനും സമയം നടക്കില്ല. ചിലപ്പോൾ രാത്രി 8 മണിയായിരിക്കും അദ്ദേഹം വീട്ടിൽ പോകണം. മിക്ക ആൾക്കാരും അരപ്രാന്തായിട്ടായിരിക്കണം. ഇപ്പോൾ മാനേജറാണെങ്കിൽ അവരെ ആകെ ഡിസ്റ്റർബാണ്. അവർക്ക് വേറെ പുറത്ത് നടക്കുന്ന അവരെ കുറെ ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പൊ അവരൊട്ട് സമ്മതിക്കുകയില്ല. ഞാൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആളെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരിൽ ഇത് കേൾക്കാൻ പോലും തയ്യാറായില്ല. അതാണ് ഇതിനകത്തുള്ള രസം കേട്ടോ. ഇതിനകത്ത് നിങ്ങൾ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന്റെ പുണ്യകരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ഞാൻ പറയും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കോടീശ്വരന്മാരാണ്. നിങ്ങൾ അതൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറായ മാത്രമേ. എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൊണ്ടുവന്ന ചിലപ്പോൾ 25,000 രൂപയായിരിക്കും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാം. അവര് വരെയാണ്. ഇപ്പൊ ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ 300 USDT നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെന്ന് കരുതിക്കും. ഇപ്പൊ 5 എണ്ണം മാറ്റിയാൽ, കുറച്ച് സമയം കൂടെ എടുക്കുള്ളൂ, 5 എണ്ണം മാറ്റിയാൽ 586 PVC മെറ്റൽ കിട്ടും. അപ്പൊ 300-നകത്ത് എത്ര 5 ഉണ്ട്? 65 ഉണ്ട് ഇല്ലേ? 60 ഗുണം 586 ഒന്ന് കുടിച്ചാൽ മതി. ഒന്ന് കുടിച്ചിട്ടൊന്ന് പറയാൻ കാര്യമൊന്ന് പറഞ്ഞു. 60 ഗുണം 586 ഇപ്പൊ മാറ്റി കിട്ടും. 3 അത് നമുക്ക് വാലറ്റുകൾ കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും. ഒരു പ്രാവശ്യം മാറ്റിക്കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് അടുത്ത മാറ്റാൻ പറ്റുള്ളൂ. എത്ര വരും സാറേ? 35,000 രൂപ. ബാക്കി ചില്ലറ അങ്ങ് വിട്ടേ. 35,000 PVC മെറ്റ. ഇതിപ്പോ ജനുവരി കഴിയുമ്പോൾ ലിസ്റ്റ് ചെയ്യും. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ 1000 ക്ലോസ് ചെയ്യുന്ന നമ്മുടെ സീനിയർ അദ്ദേഹം നമ്മൾ പഠിക്കേണ്ട അതിനേക്കാൾ വളരെയധികം കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള ആളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 4 വർഷം കൊണ്ട് മിക്കവാറും ബാബു അത് 1000 കിടക്കും. അങ്ങനെ 1000 കിടന്നാൽ 35,000 എന്തായിട്ട് മാറും? 3.5 കോടിയാവും അല്ലേ? അവർ ഈ വന്നിരിക്കുന്ന അവർ ഇതിനകത്ത് ചേർന്നാൽ മുടക്കിയിരിക്കുന്ന വളരെ തുച്ഛമായ പൈസയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റും ഇതുപോലത്തെ ഒരു പ്രോഗ്രാം ഈ ലോകത്തിന്റെ നമ്മുടെ ഈ രാജ്യത്ത്? എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു പ്രസ്ഥാനത്തിനെയും ഇതുമായി നിങ്ങൾ കൂട്ടിക്കെട്ടരുത്. കെട്ടിയാൽ നിങ്ങൾ പെട്ടു. ഇത് ഒരിടത്തായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അത്ര മഹത്തരമായ ദൈവികമായ അല്ലേ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മളാണ് തീരുമാനിക്കുന്നത് നമുക്ക് എത്ര നേരം കൊണ്ട് കോടീശ്വരനാകണം. സാറോട് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര ലക്ഷം രൂപ വേണം, കുറെ പൈസ വേണമെന്ന് ഞാൻ പറയുന്നില്ല, കോടികൾ കുറെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾക്ക് ആവശ്യമായ പണം ഉണ്ടാക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. അത് നിങ്ങൾ വേറെ ആരെയും എന്ത് ചെയ്യണ്ട, റെഫർ ചെയ്യണമെന്നില്ല. ഇവിടെ ടാർഗറ്റ് ഇല്ല, ടെറിട്ടറി ഇല്ല, ഇല്ല ടാർഗറ്റ് ഇല്ല, ടെറിട്ടറി ഇല്ല. ഇവിടെ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് അക്കൗണ്ട് എടുത്തിട്ട് നമ്മുടെ പൈസ മാത്രം ഇട്ടിട്ട് കോടീശ്വരനാണ് സാർ പറഞ്ഞു. അപ്പോ എല്ലാവർക്കും ഇന്നിവിടെ കിട്ടിയ ഈ അനുഭവം ഇത്
തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിവെക്കുക. എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും ജീവിതം മാറി മറിയാനായിട്ട് ഇനി എത്ര നാൾ വേണം? ഇത് 1000 രൂപയാകുമ്പോൾ ജനാർദ്ദന ബാബുവിന്റെ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും കോടീശ്വരന്മാരായിരിക്കും. ഒരു തർക്കമില്ല അതിനകത്ത്. 100% ഞാൻ മുദ്രപത്രം മേടിച്ച് കഴിത്തരാം, അത്ര ഗ്യാരണ്ടി എനിക്ക്. അതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും സാധ്യമാണ്. അതിന് ലക്ഷങ്ങളും കോടികളൊന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. പൈസ കയ്യില്ലെങ്കിൽ ഈ സൗഭാഗ്യം നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു 10-20 പേർക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ. നമ്മൾ 10 പേരെ കോടീശ്വരന്മാരാക്കിയാൽ അവർ 100 പേരെ കോടീശ്വരന്മാരാക്കും, ഇല്ലേ? ആക്കില്ലേ? ആ 100 പേരെ എന്ത് ചെയ്യും? അവര് പല കോടീശ്വരന്മാരൊക്കെ എന്ത് ചെയ്യും? ഞാൻ പറയേണ്ടല്ലേ എന്നെ കണക്ക്, ഇല്ലേ? നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലുള്ള എല്ലാവരെയും കോടീശ്വരനാക്കാൻ നമ്മൾ ഇത്രയും പേര് മതി. ഇത് ഈ കൺസെപ്റ്റ് അവർ ഏറ്റെടുക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ജോലി ഈ സൗഭാഗ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ആൾക്കാരുടെ ധാരണ നമ്മൾ എന്തോ കാര്യത്തിനാണ് ജനാർദ്ദന ബാബു ഞങ്ങളെ പെടുത്താൻ വന്നിരിക്കുക. എന്നിട്ട് ജനാർദ്ദന ബാബുവിന് എന്തോ കിട്ടും. ഞാനിപ്പോ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളിന് പോലും വിശ്വാസമില്ല. അപ്പൊ നമ്മൾ അവിടെ വെച്ച് പുറത്തിറങ്ങിയ ഒരു കാര്യം പറയും, കാണിച്ചു തരാം, കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാന്ന് പറയും. നമ്മൾ പറഞ്ഞിട്ടാ പോന്നിരിക്കണത്. ഇപ്പൊ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചില കഴിയുമ്പോൾ കാണിക്കുന്ന വേറെ രീതിയിലായിരിക്കും. അപ്പൊ അവരറിയും. അപ്പൊ നിങ്ങൾ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇത് നിങ്ങളെ നെഞ്ചിലേറ്റി വർക്ക് ചെയ്താൽ നിങ്ങൾ ആ നാട്ടിലെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായി മാറും. ഒരു സംശയമില്ല. അപ്പൊ ഇവിടെ ഈ കിട്ടിയ ഭാഗ്യം നമ്മളെല്ലാം വലിയ ഭാഗ്യന്മാരാണ്, ഇത് സംശയമല്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എത്രയും വേഗം ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഞങ്ങളെ എത്ര വേണമെങ്കിലും നിങ്ങൾ ശല്യപ്പെടുത്തിക്കോളൂ, ഞങ്ങൾ വരാൻ നിങ്ങൾക്ക് വേണ്ടി. എത്രയും വേഗം ഹോം മീറ്റിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുക. 5 പേരെ ഒരു വീട്ടിൽ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ 5 വീട്ടുകാർക്ക് ഈ സൗഭാഗ്യം കിട്ടിയത് അവർ ഏറ്റെടുക്കുക. അതൊന്നും നമ്മുടെ വിഷയമല്ല. അവർ കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് ഒരാളോട് നമ്മൾ അതിർത്തി വരുത്തേണ്ട കാര്യമില്ല. ഇന്ന് അവർ വന്നില്ലെങ്കിൽ നാളെ വരും. അതാണ്, അങ്ങനെയാണ്. അപ്പൊ അത്രയും മാത്രം ചിന്തിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയ എല്ലാവർക്കും ജഗദീശന്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും നൽകട്ടെ. നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയത്, അല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കാൻ പറ്റിയത് നമുക്ക് ഈശ്വരൻ ആയുസ് തന്നു.